അവിടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് എന്നത് ഗൾഫിലെ നേതാക്കൾ, പ്രധാനമായിട്ടും ഖത്തർ അമീറും അതോടൊപ്പം തന്നെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ഇന്നലെ രാത്രി നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ്. അതോടൊപ്പം തന്നെ ഒമാൻ ഭരണാധികാരിയുമായിട്ടും ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളും പ്രധാനമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വ്യാപ്തിയിലേക്ക് യുദ്ധം മുന്നോട്ട് പോകുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക്, അമേരിക്കയുടെ കൂടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി മാറും. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ വേണമെന്ന് ട്രംപിനോട് ഈ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇവർക്ക് ലഭ്യമായിരിക്കുന്ന ഉറപ്പ് എന്നത് അത്തരമൊരു നീക്കത്തിന് താൻ പിന്തുണയ്ക്കുകയില്ല എന്ന് ട്രംപ് ഈ ഗൾഫ് രാജ്യങ്ങളെ അറിയിച്ചതായിട്ടുള്ള സൂചനകളാണ് ലഭ്യമാവുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു വ്യാപ്തിയുള്ള യുദ്ധത്തിലേക്ക് നയതന്ത്ര പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാധ്യത രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനോട് ഇസ്രായേൽ എത്ര കണ്ട് അനുകൂലിക്കും, അതോടൊപ്പം തന്നെ ഇറാൻ അതിനോട് എത്ര കണ്ട് താല്പര്യമെടുക്കും എന്നത് മാത്രമാണ് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്ന ചോദ്യം. എന്തായാലും ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യം തന്നെയാണ് ഇറാനും. അതുകൊണ്ട് പ്രകോപനപരമായിട്ടുള്ള ഒരു നടപടികൾ ഗൾഫ് മേഖലയ്ക്ക് നേരെ പൊടുന്നനെ ഇറാൻ നടത്താൻ സാധ്യതയില്ല. കാരണം മുമ്പുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളുമായും തങ്ങളുടെ നയതന്ത്ര ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടി ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് കൂടി വിരുദ്ധമാവുന്ന ഒരു നടപടിക്ക് ഇറാൻ മുതിരുകയില്ല. അതേസമയം ഈ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ താവളങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആക്രമണം തങ്ങളുടെ രാജ്യത്തിന് നേരെ നടക്കുകയാണെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല, അതിശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇന്നലെയും സൈനിക നേതൃത്വവും അതോടൊപ്പം തന്നെ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരു നയതന്ത്ര സാധ്യതകളിലേക്ക് ഈ പ്രശ്നം പോകും. അതിലപ്പുറത്തേക്ക് ഒരു ഏതെങ്കിലും അമേരിക്ക പ്രത്യക്ഷത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയാണ് പൊതുവെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അമൃത.